സബ്സ്ട്രിങ് സ്ലൈസ്, സ്പ്ലൈസ് സ്ലൈസ്. ഇത് സബ്സ്ട്രിങ്ങും സ്ലൈസും എന്ന് പറയുന്നത് ഞാൻ അന്ന് ക്ലാസ്സിൽ കാണിച്ചു തന്ന പോലെ നമുക്ക് ഇവിടെ വന്നിട്ട് കൺസോളിനകത്ത് കയറിയിട്ട് ഇയാൾ തൽക്കാലത്തേക്ക് പൊക്കോ, ഞാൻ ഇവിടെ ഇപ്പോ ഒരു ലെറ്റ് എസ് ഈക്വൽ ടു അശ്വിൻ എന്ന് കൊടുത്തെന്ന് കരുതിക്കോ. ഇതൊരു സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ് എനിക്ക് വേണമെങ്കിൽ ലെറ്റ് എസ് ഈസ് ഈക്വൽ ടു ന്യൂ സ്ട്രിങ് ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ എസ് വിളിക്കുകയാണെങ്കിൽ എനിക്ക് അതിനകത്തുള്ള പ്രോട്ടോടൈപ്പിനകത്ത് കയറിയ സ്ട്രിങ്ങിനകത്ത് ആവശ്യമുള്ള ഫങ്ഷൻസ് കിട്ടും. ഐ മീൻ സ്ട്രിങ്ങിനകത്ത് എനിക്ക് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് കിട്ടാൻ നോക്കാം. ഇതിനകത്ത് അപ്പൊ വരുമ്പോഴത്തേക്കുള്ള രണ്ടാൾക്കാരാണ് ഒന്ന് ഈ പറഞ്ഞ സ്ലൈസും, രണ്ടെന്ന് പറയുന്നത് സ്പ്ലിറ്റ് അല്ല സബ്സ്ട്രിങ്. ഇവന്മാർ രണ്ടും അത്യാവശ്യം കുറച്ച് മെനക്കേടാ. ഐ മീൻ ലൈക്ക് മെനക്കേട, ഐ മീൻ കണ്ട ഒരുപോലെ ഇരിക്കും, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിരുന്നു. സ്ലൈസ് വേഴ്സസ് സ്പ്ലൈസ് അല്ല, സ്ലൈസ് വേഴ്സസ് സബ്സ്ട്രിങ്ങിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഗ്രൂപ്പിലാണ് ഇട്ടെന്ന് തോന്നുന്നു. അതപ്പോ അതിനകത്ത് അത്യാവശ്യം എല്ലാ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്യുന്നതിന്റെ ഒന്നും അവന്മാർ അതിനകത്ത് പെട്ടി അടക്കം ഇൻഡെക്സ് അടക്കം റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താന്ന് നോക്കാം. ഇതല്ല യാ ദിസ് വൺ. ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ലൈസ് ഉണ്ട്, സബ്സ്ട്രിങ് ഉണ്ട്. ഞാൻ കാണിച്ചു തന്ന പോലെ രണ്ട് സ്ട്രിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ്. ഇതിന്റെ രണ്ടിന്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും ഉണ്ട്, എൻഡിങ് ഇൻഡെക്സും ഉണ്ട്. ഇത് രണ്ടും എല്ലാവർക്കും ഉണ്ട്. അതിനകത്ത് തന്നെ എൻഡിങ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. ഓക്കെ, അപ്പൊ ഇവന്മാർ ഇവിടെ കൊടുത്തേക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ മോർണിംഗ് ഈസ് അപ്പോണസ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സ്ട്രിങ്ങുകൾ തുടങ്ങുന്നത് 0 എന്നാണ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിനകത്ത് സ്ട്രിങ് മാത്രമല്ല, മിക്കവാറും എണ്ണുന്നിടത്തൊക്കെ 0 എന്നാണ് തുടങ്ങുന്നത്. കമ്പ്യൂട്ടർ 0 1 ആ ഒരു ലോജിക് വെച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ 0 ടി, എച്ചില് ഐ, അല്ല 1 എച്ച്, 2 ഇ, 3 ഒന്നുമില്ല, സ്പേസ് ആണ്. അങ്ങനെ മൊത്തം ഇതിനകത്ത് 23 ലെങ്ത് കൊടുത്താൽ 0 എന്നല്ല തുടങ്ങുന്നത്, ലെങ്ത് 1 എന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് മൊത്തം 23 ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് സ്റ്റാർട്ടിങ് ഫ്രം 1. ലെങ്ത് എന്ന് പറയുന്നത് 1 എന്നാണ് നോക്കുന്നത്. ബാക്കിയെല്ലാം ഫങ്ഷൻസും ഇതിനെ 0 എന്നാണ് കൗണ്ട് ചെയ്യുന്നത്. നമ്മൾ 0 നോക്കുകയാണെങ്കിൽ ഇവിടെ 22 വരെയാണ് ഉള്ളത്. ഓക്കെ, ലെങ്ത് 1 എന്നാണ് കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 23ഉം ബാക്കിയുള്ള സാധനം 0 എന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഇവിടെ 22. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും എന്ന് പറയുന്നത് ഈ 0ക്കും 22നും ഇടയ്ക്കുള്ള ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് അത് വെച്ച് ഇവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ നോക്കാം. സോ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്ലൈസിലും സ്പ്ലൈസിലും എസ് ഡോട്ട് സ്ലൈസ് 12, എസ് ഡോട്ട് സബ്സ്ട്രിങ് 12. ഇതിനകത്ത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് മാത്രമേ രണ്ടിടത്തും കൊടുത്തിട്ടുള്ളൂ, എൻഡിങ് ഇൻഡെക്സ് കൊടുത്തിട്ടില്ല. ഓക്കെ, സോ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ 12 കൊടുത്തപ്പോ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുന്നത്, 12ൽ പോവും. രണ്ടുപേരും 12ൽ പോവും. എന്നിട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അത് തൊട്ട് അവസാനം വരെയുള്ള 12 തൊട്ട് 22 വരെയുള്ള സാധനങ്ങളെ പ്രിന്റ് ചെയ്ത് തരും. ഓക്കെ, അതാണ് ഈസ് തൊട്ട് ആ ഒരു ഫുൾ സ്റ്റോപ്പ് വരെ വന്നത്. അപ്പൊ സ്റ്റാർട്ട് ഇൻഡെക്സ് മാത്രം കൊടുത്താൽ സ്റ്റാർട്ട് ഇൻഡെക്സ് തൊട്ട് ലെങ്ത് വരെ പ്രിന്റ് ചെയ്യും. ലെങ്ത് അല്ല, ടു ബി പ്രിസൈസ് ലെങ്ത് -1, 23 ആണ് ലെങ്ത് എങ്കിൽ 22 വരെ പ്രിന്റ് ചെയ്യും. അത് ഒരു സംഭവം. അതിൽ രണ്ടിലും ഡിഫറൻസ് ഇല്ല. ഓക്കെ ആണ്. അടുത്തത് ഒരു ഡിഫറൻസ് ആണ്. ഇവിടെ കണ്ടോ, ഇവിടെ സ്ലൈസിനകത്ത് മൈനസ് കൊടുത്തിട്ടുണ്ട്, സബ്സ്ട്രിങ്ങിനകത്ത് മൈനസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്നൊരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രിങ് മൈനസ് എടുക്കത്തില്ല, സബ്സ്ട്രിങ്ങിന് മൈനസ് അറിയത്തില്ല. അതുകൊണ്ട് സബ്സ്ട്രിങ്ങിനകത്ത് നമ്മൾ മൈനസ് എവിടെ കൊടുത്താലും അതിനെ ബൈ ഡിഫോൾട്ട് അത് പിടിച്ച് 0 ആക്കും. സബ്സ്ട്രിങ്ങിനകത്ത് മൈനസ് കൊടുത്താൽ അതിനെ പിടിച്ച് 0 ആക്കും. സ്ലൈസിനകത്ത് മൈനസ് കൊടുത്താൽ അത് മൈനസ് എടുക്കും. അതെങ്ങനെ വർക്ക് ആവുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അപ്പോ സബ്സ്ട്രിങ്ങിനകത്ത് മൈനസ് കൊടുത്താൽ ഞാൻ പറഞ്ഞു മൈനസ് വർക്ക് ആവത്തില്ല, അതിനെ 0 ആക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ആണ്. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് -11 ഇട്ടു, സബ്സ്ട്രിങ് -11 പിടിച്ച് 0 ആക്കി. അപ്പൊ നേരത്തെ പോലെ ഇവിടെ 12 കൊടുത്തപ്പോ 12 നിന്ന് തുടങ്ങിയത് ഇപ്പൊ -11 0 ആയി, 0 എന്ന് തുടങ്ങി. അങ്ങനെ അങ്ങറ്റം വരെ പോയി. ഇനിയിപ്പോ സ്ലൈസിൽ -11 കൊടുത്താൽ ഇവിടെ മൈനസ് വെച്ച് അവർ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ -1 വെച്ചാണ് തുടങ്ങുന്നത്. കുറച്ച് കൺഫ്യൂസിങ് ആണ്, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ നിന്ന് അപ്പോ -11 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് -0 പറയത്തില്ല, -1, -2, -3 അങ്ങനെ -11 വരെ വന്നു. -11 എന്ന് പറയുന്നത് ഈസ് ആണ്. വീണ്ടും അത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് -11 തൊട്ട് അങ്ങറ്റം വരെ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഐ മീൻ ഒരൊറ്റ പാരാമീറ്ററെ കൊടുത്തിട്ടുള്ളെങ്കിൽ അതിനെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആ ഇൻഡെക്സ് തൊട്ട് ലെങ്ത് വരെ പ്രിന്റ് ചെയ്യും. അത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സബ്സ്ട്രിങ്ങിൽ മൈനസ് എടുക്കത്തില്ല, മൈനസ് കൊടുത്താൽ 0 ആക്കും. 0 കൊടുത്തത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ആയതുകൊണ്ട് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് തൊട്ട് ലെങ്ത് വരെ പോകും. ഓക്കെ ഓക്കെ.
സ്ലൈസിലും സബ്സ്ട്രിങ്ങിലും ഉള്ള മെയിൻ ഡിഫറൻസ്, സബ്സ്ട്രിങ്ങിന് -1 അറിഞ്ഞുകൂടാ, അതിന് 0 തൊട്ടേ അറിയാവുള്ളൂ. അപ്പൊ ഞാൻ എന്ത് മൈനസ് കൊടുത്താലും അത് അതിനെ പിടിച്ച് 0 ആക്കും, മൈനസ് എന്ത് കൊടുത്താലും അതിനെ പിടിച്ച് 0 ആക്കും. പക്ഷെ സബ്സ്ട്രിങ് മൈനസിനെ 0 ആക്കും, സബ്സ്ട്രിങ് മൈനസിനെ 0 ആക്കും. പക്ഷെ സ്ലൈസ് എന്ന് പറയുന്നത് മൈനസിനെ 0 ആക്കത്തില്ല. ഇതൊരു ഡിഫറൻസ്, ഫസ്റ്റ് ഡിഫറൻസ്. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. ഇവിടെ സബ്സ്ട്രിങ് -11 പിടിച്ച് 0 ആക്കി. 0 ആക്കിയപ്പോ എന്ത് പറ്റി? 0 എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടുത്തെ ആരാ? സ്റ്റാർട്ട് ഇൻഡെക്സ് ആ. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ഇൻഡെക്സ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ കണ്ട പോലെ സ്റ്റാർട്ട് ഇൻഡെക്സ് ഇവിടെ ഒരു നമ്പറേ ഉള്ളെങ്കിൽ ആ നമ്പർ തൊട്ട് ലെങ്ത് വരെ പ്രിന്റ് ചെയ്യും. ഇവിടെ അപ്പൊ 12 കൊടുത്തപ്പോ 12 തൊട്ട് അങ്ങറ്റം വരെ പോയി. ഇവിടെ -11 കൊടുത്തപ്പോ സബ്സ്ട്രിങ്ങിന് മൈനസ് ഇല്ലാത്തതുകൊണ്ട് അതിനെ പിടിച്ച് 0 ആക്കി. 0 ആയപ്പോ ടി വന്നു, ടി തൊട്ട് അങ്ങറ്റം വരെ പോയി. അങ്ങനെ ഇവിടെ ഇതുവരെ പ്രിന്റ് ചെയ്തു. അടുത്തത് സ്ലൈസിനകത്തുള്ള മൈനസ് ഇട്ടാ സ്ലൈസിന് മൈനസ് ഒക്കെ അറിയാം. സ്ലൈസ് കുറച്ചുകൂടെ പ്രോ കൈൻഡ് ഓഫ് ആളാണെന്ന് കരുതിക്കോ. അപ്പൊ സ്ലൈസിനകത്ത് മൈനസ് ഇട്ടാ സ്ലൈസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ മൈനസ് എന്ന് പറയുമ്പോൾ 0 എന്ന് പറയുന്നത് സ്റ്റാർട്ടിൽ നിന്ന് എടുക്കും. മൈനസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബാക്കിൽ നിന്നാണ് നമ്പർ ഇട്ട് തുടങ്ങുന്നത്. ഓക്കെ, 0 എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിൽ നിന്നും, മൈനസ് എന്ന് പറയുമ്പോൾ ബാക്കിൽ നിന്നുമാണ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ -1, -2, -3 അങ്ങനെ ഇട്ടിട്ടിട്ട് -11 വരെ വന്നു. അപ്പൊ സ്ലൈസിന് -11 എന്താണെന്ന് അറിയാം. അപ്പൊ സ്ലൈസ് -11നെ 0 ആക്കത്തില്ല, -11 തൊട്ട് ലെങ്ത് വരെ പ്രിന്റ് ചെയ്യും. അപ്പൊ ഈ സപ്പോണസ് വരും. അടുത്തത് സ്ലൈസിനകത്തും സബ്സ്ട്രിങ്ങിനകത്തും ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇവന്മാർക്ക് 0 തൊട്ടാണ് നമ്പർ ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ 22 വരെ ഉള്ളൂ. അപ്പൊ ഞാൻ അതല്ലാതെ എന്ത് കൊടുത്താലും 23 25 100 എന്ത് കൊടുത്താലും അങ്ങനെ അവിടെ ഒരു ക്യാരക്ടർ അപ്പൊ എക്സിസ്റ്റൻസിൽ ഇല്ലെങ്കിൽ അതിനെ പിടിച്ച് ഒന്നും ആക്കത്തില്ല. പകരം ഒരു ഡബിൾ കോട്ട്സ് അല്ല കോട്ട്സ് മാത്രം റിട്ടേൺ ചെയ്യും, ഒരു MD സ്ട്രിങ് റിട്ടേൺ ചെയ്യും. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കാണത്തില്ല, ഒരു MD സ്ട്രിങ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഓക്കെ, എന്നുവെച്ചാൽ എന്റെ ഇല്ലാത്തൊരു സാധനം ചോദിച്ചാൽ MD സ്ട്രിങ് റിട്ടേൺ ചെയ്യും. ഇത് ഒരു സ്ട്രിങ് ആണല്ലോ, അപ്പൊ അതിനകത്തൊന്നും ഇല്ല, സോ MD സ്ട്രിങ്. അടുത്തത് സ്ലൈസും സബ്സ്ട്രിങ്ങിനകത്തും സ്റ്റാർട്ട് ഇൻഡെക്സ് കൊടുത്ത് എൻഡ് ഇൻഡെക്സ് കൊടുത്ത്. അപ്പൊ ഒന്നുമില്ല, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് 13 സ്റ്റാർട്ട് ഇൻഡെക്സും 16 എൻഡ് ഇൻഡെക്സും ആണ്. 13 സ്റ്റാർട്ട് ഇൻഡെക്സ്, 16 എൻഡ് ഇൻഡെക്സ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രിങ്ങിനകത്ത് സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും കൊടുക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസസിൽ എൻഡ് ഇൻഡെക്സ് കൂട്ടത്തില്ല, ഐ മീൻ എൻഡ് ഇൻഡെക്സ് ഇൻക്ലൂസീവ് അല്ല. അപ്പൊ ഇവിടെ 13ഉം 16ഉം കൊടുത്താൽ 13ലെ S പ്രിന്റ് ചെയ്യും, 14ലെ സ്പേസ് പ്രിന്റ് ചെയ്യും, 15ലെ U പ്രിന്റ് ചെയ്യും. പക്ഷെ 16ലെ P പ്രിന്റ് ചെയ്യത്തില്ല, കാരണം അത് ഇൻക്ലൂസീവ് അല്ല. ഓക്കെ, എൻഡ് ഇൻഡെക്സ് ഈസ് നോട്ട് ഇൻക്ലൂസീവ്, അത് ആ ഒരു ഇതിനകത്ത് കൂട്ടത്തില്ല. അപ്പൊ 13 തൊട്ട് ടെക്നിക്കലി സ്പീക്കിംഗ് 15 വരെ പോകത്തുള്ളൂ. അതുകൊണ്ട് 13 തൊട്ട് 15 വരെയുള്ള S സ്പേസ് U പ്രിന്റ് ചെയ്തു. ഇവിടെ അതേ വർക്കിംഗ് ആണ്, S സ്പേസ് U പ്രിന്റ് ചെയ്തു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ഇൻഡെക്സ് തൊട്ട് എൻഡ് ഇൻഡെക്സ് -1 വരെ പ്രിന്റ് ചെയ്യും. അത്രേ ഉള്ളൂ. അടുത്തത് രണ്ടാമത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ലൈസ് ആൻഡ് സബ്സ്ട്രിങ്. സ്ലൈസിനകത്തും സബ്സ്ട്രിങ്ങിനകത്തും ഒരു ഡിഫറൻസ് വരുന്നത് എന്റെ സ്റ്റാർട്ട് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ എൻഡ് ഇൻഡെക്സ്. എന്തോന്ന്? സ്റ്റാർട്ട് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ എൻഡ് ഇൻഡെക്സ്. സാധാരണ നമ്മൾ സ്റ്റാർട്ട് ഇൻഡെക്സ് തൊട്ട് എൻഡ് ഇൻഡെക്സ് കൊടുക്കുമ്പോൾ സ്റ്റാർട്ട് ഇൻഡെക്സ് വിൽ ബി ലെസ് ദാൻ, കാരണം സ്റ്റാർട്ട് ഇൻഡെക്സ് ഇവിടത്താണല്ലോ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണല്ലോ വരേണ്ടത്. അതിന് പകരം ഞാനിപ്പോ സ്റ്റാർട്ട് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ എൻഡ് ഇൻഡെക്സ് കൊടുത്തെന്നായിരിക്കും. അപ്പൊ 16 നിന്ന് 13 വരെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞെന്ന് വെച്ചോ, അത് റിവേഴ്സിൽ ഒന്നും പ്രിന്റ് ചെയ്യത്തില്ല. സബ്സ്ട്രിങ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ അങ്ങ് സ്വാപ്പ് ചെയ്യും. ഏതിനെ? സ്റ്റാർട്ട് ഇൻഡെക്സിനെ എൻഡ് ഇൻഡെക്സിനെ അങ്ങ് സ്വാപ്പ് ചെയ്യും. എന്നിട്ട് 13 തൊട്ട് 16 വരെ അങ്ങ് പ്രിന്റ് ചെയ്യും. സ്റ്റാർട്ട് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ എൻഡ് ഇൻഡെക്സ് ആണെങ്കിൽ സബ്സ്ട്രിങ്ങിനകത്ത് ഇത് രണ്ടും സ്വാപ്പ് ആവും. എൻഡ് ഇൻഡെക്സ് സ്റ്റാർട്ട് ആവും, സ്റ്റാർട്ട് എൻഡ് ആവും. എന്നിട്ട് 13 തൊട്ട് 16 വരെ ഇത് രണ്ടും അപ്പൊ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഒരേ ഔട്ട് കിട്ടിയത്. സബ്സ്ട്രിങ്ങിനകത്ത് എൻഡ് ഇൻഡെക്സ് ലെസ് ദാൻ സ്റ്റാർട്ട് ഇൻഡെക്സ് ആണെങ്കിൽ രണ്ടും സ്വാപ്പ് ചെയ്യും, സ്റ്റാർട്ട് എൻഡ് ആവും, എൻഡ് സ്റ്റാർട്ട് ആവും. അതെടുത്തങ്ങ് പ്രിന്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? അത് അയ്യോ, ആരും ഒന്നും മിണ്ടുന്നില്ല. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഹലോ, മനസ്സിലായില്ല? മനസ്സിലാവും. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ സ്റ്റാർട്ട് ഇൻഡെക്സ് 16 ഗ്രേറ്റർ ദാൻ 13 ആണ്. നമ്മൾ യൂഷ്വലി എങ്ങനെയാ പ്രിന്റ് ചെയ്യുന്നത്? സബ്സ്ട്രിങ് ഉപയോഗിക്കുന്നത് 5 തൊട്ട് 10 വരെയോ 10 തൊട്ട് 16 വരെയോ 17 തൊട്ട് 20 വരെയോ പ്രിന്റ് ചെയ്യാനാണ്. പക്ഷേ ഈ ഒരു കേസിൽ സ്റ്റാർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് 16 തൊട്ട് 13 വരെ. അപ്പൊ ഞാൻ ടെക്നിക്കലി പറയുന്നത് പറകോട്ട് പ്രിന്റ് ചെയ്യാനാ. സ്റ്റാർട്ട് ഇവിടെ, എൻഡ് അവിടെ.
അപ്പൊ സബ്സ്ട്രിങ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ രണ്ടിനെ അങ്ങ് തിരിക്കും, ഇതിനകത്തുള്ള രണ്ട് വാല്യൂസിനെ തിരിക്കും. അപ്പൊ ഇത് ടെക്നിക്കലി സ്പീക്കിംഗ് ഇത് ഈക്വൽ ആവും. ഈ 13ഉം 16ഉം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോ ഈ ഒരു സാധനം തന്നെയാവും. അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ട് തന്നെ ഇവിടെയും കിട്ടും. സ്ലൈസിനകത്ത് ഒന്നും ചെയ്യത്തില്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പച്ചയ്ക്ക് പറയും. ഞാൻ റിവേഴ്സ് ഒന്നും ചെയ്യത്തില്ല, എനിക്ക് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ എം ഡി സ്ട്രിങ് അങ്ങ് തരും. ഓക്കെ, അവിടത്തെ പല സ്വാപ്പിംഗ് ഒന്നും സ്ലൈസ് ചെയ്യത്തില്ല, എം ഡി സ്ട്രിങ് അങ്ങ് തരും. അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ലോജിക് ഒന്നും. നമുക്ക് അവസാനത്തെ 4 സബ്സ്ട്രിങ് നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ട്രിങ്ങിന് മൈനസ് കൊടുത്താൽ മൈനസിനെ പിടിച്ച് 0 ആക്കും. അപ്പൊ സബ്സ്ട്രിങ് ഓഫ് 0,0 എന്ന് പറയുന്നത് എം ഡി സ്ട്രിങ് ആണ്. 0യിൽ തുടങ്ങി 0 വരെ പോകാൻ പറഞ്ഞ്, അതുകൊണ്ട് 0 കൂട്ടത്തില്ല. ഓക്കെ, ലാസ്റ്റ് കൊടുക്കുന്ന സാധനം ഇൻക്ലൂസീവ് അല്ല, അപ്പൊ എം ഡി സ്ട്രിങ് വന്ന്. അടുത്തതിനകത്ത് -8 തൊട്ട് 4 വരെ പോകാൻ പറഞ്ഞ് -8നെ പിടിച്ച് 0 ആക്കി. 0 തൊട്ട് 4 വരെ പോകാൻ പറഞ്ഞാൽ 3 വരെ പോകും. അപ്പൊ 0, 1, 2, 3 ദി കഴിഞ്ഞൊരു സ്പേസ്. ഓക്കെ, അടുത്തത് സബ്സ്ട്രിങ് ഓഫ് 8,-4 ഇട്ടു. -4നെ പിടിച്ച് 0 ആക്കി. 0 ആക്കിയപ്പോ പറ്റിയ എന്താ, സ്റ്റാർട്ട് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ എൻഡ് ഇൻഡെക്സ് ആണ്, അതങ്ങ് സ്വാപ്പ് ചെയ്യും. അപ്പൊ 0 തൊട്ട് 8 വരെ പോകും. ഓക്കെ, ഇവിടെ 8,-4 ആണ്, -4നെ പിടിച്ച് 0 ആക്കി. അപ്പൊ എന്ത് പറ്റി, ഇവിടത്തെ പോലെ 8 ഗ്രേറ്റർ ദാൻ 0 വന്ന്, അപ്പൊ സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും സ്വാപ്പ് ചെയ്യും. അപ്പൊ 0 തൊട്ട് 8 വരെ പോകും. ഇവിടെ അത് ഹൈലൈറ്റ് ആകാത്ത ഞാൻ അതിന് മുമ്പ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് കേട്ടോ, അത് ഹൈലൈറ്റ് ആവും. അപ്പൊ അവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ 0 തൊട്ട് 8 വരെ പോകും. 8 വരെ എന്ന് പറഞ്ഞാൽ 7 വരെ. അപ്പൊ ഇവിടെ ചെറുതായിട്ട് കാണാൻ തോന്നുന്നു. ഓക്കെ, ഇനി അടുത്തത് സ്ലൈസിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ -8ഉം -4ഉം നോക്കി. -8 എന്ന് പറയുന്നത് ഇവിടെയാണ്, -4 പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് ലോജിക് ഒന്നുമില്ല, അപ്പോൾ മാത്രം പ്രിന്റ് ചെയ്യും. അടുത്തത് -8 തൊട്ട് 4 വരെയാണ്. -8 എന്ന് പറയുന്നത് ഇവിടെ കിടക്കുക, 4 എന്ന് പറയുന്നത് ഓക്കെ, -8 ഇവിടെ കിടക്കുക, 4 എന്ന് പറയുന്നത് ഇവിടെ കിടക്കുക. ഓക്കെ, -8 എന്ന് പറയുന്നത് ഇവിടെ കിടക്കുക, 4 എന്ന് പറയുന്നത് അവിടെ കിടക്കുക. ബാക്കിന് ഫ്രണ്ടിലോട്ട് ആര് പോകത്തില്ല, സ്ലൈസ് പോകത്തില്ല. നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ നമ്മൾ 16 തൊട്ട് 13 വരെ പോകുമ്പോ ഇപ്പൊ അത് റിവേഴ്സിലാണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ -8 തൊട്ട് 4 വരെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ സ്റ്റാർട്ട് ഇൻഡെക്സ് ബാക്ക് ഇവിടെ എൻഡിലും, സ്റ്റാർട്ട് ഇൻഡെക്സ് ബാക്കിലും എൻഡ് ഇൻഡെക്സ് ഫ്രണ്ടിലും. അപ്പൊ അതും റിവേഴ്സൽ പോലെ തന്നെയാണ്, അതും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോഴത്തേക്ക് 8 തൊട്ട് -4 വരെ പോകാൻ പറഞ്ഞു. 8 എവിടെയാ കിടക്കുന്നത്, ഇവിടെ. -4 എവിടെയാ കിടക്കുന്നത്, അങ്ങ് ദൂരെ. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് തന്നെയാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. I തൊട്ട് N വരെ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇത്രയോ